ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റീഫണ്ടിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ എന്താണെങ്കിലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. അപ്പോൾ അതായത് നമുക്കിവിടെ കാനഡയിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു 13% ഉണ്ട് ടാക്സ് ഉള്ള ഒരു രാജ്യമാണിത്. നമ്മുടെ ഇന്ത്യയിലും അത്രയൊക്കെ തന്നെ ഉണ്ട് ടാക്സ്. പക്ഷേ ഇന്ത്യയിൽ നിന്നും കാനഡ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റീഫണ്ട് ഉണ്ട്. ഇന്ത്യയിൽ നമുക്ക് ഓരോ റീഫണ്ട് മാത്രം നമുക്ക് ഓരോരോ ബെനിഫിറ്റ്സുകളുണ്ട്. ഇപ്പോൾ ടാക്സ് നമ്മൾ അടയ്ക്കുന്നതിന് പകരം നമുക്ക് കാനഡ രാജ്യം നമുക്ക് ഓരോ ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഉണ്ട്, പക്ഷേ അത്ര പറയത്തക്ക രീതിയിലുള്ള ബെനിഫിറ്റ്സ് അല്ല. അതിലും കൂടുതൽ ബെനിഫിറ്റ്സ് കാനഡ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകല്ലേ. കാരണം നിങ്ങൾ വിചാരിക്കും, പൈസ നമുക്കിപ്പോൾ ഒന്ന് ഫീസൊക്കെ അടച്ച് പോകാനുള്ള ഒരു പൈസയല്ലേ കിട്ടുന്നുള്ളൂ, അപ്പോൾ അതിൽ നിന്ന് ഇതൊന്നും നമുക്ക് പറ്റിയ ഒരു വീഡിയോ അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വീഡിയോ വിടല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് ടാക്സ് റീഫണ്ടിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് ടാക്സ് റീഫണ്ട് കൂട്ടാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അതായത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് കാനഡ ടാക്സ് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ആവാം എന്ന കാര്യത്തിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് ഗവൺമെന്റ് തരുന്ന സർവീസുകളെ അക്കൗണ്ടുകളൊക്കെ പ്രോപ്പറായിട്ട് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം ടാക്സിന്റെ ഇൻകം എന്ന് വരുന്ന ടാക്സിന്റെ ലിമിറ്റ് കുറച്ചുകൊണ്ട് ടാക്സിന്റെ ബെനിഫിറ്റ്സ് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് ഇന്ന് പറഞ്ഞുതരാം. അപ്പൊ അതായത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് പല തരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ട് ഇവിടെ. നമുക്ക് RRSP ഉണ്ട്, FSH ഉണ്ട്, പിന്നെ RESP ഉണ്ട്, അങ്ങനെ കുറെ TFSA അങ്ങനെ കുറെ അക്കൗണ്ടുകളുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു FSH എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോർമലി നമുക്കിവിടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് നമുക്ക് ബാങ്കാണ്. ആ ബാങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തരുന്നത് ഒരു ചെക്കിംഗ് അക്കൗണ്ടും പിന്നെ ഒരു സേവിങ്സ് അക്കൗണ്ടാണ്. അതുകൂടാതെ നമുക്ക് ഡെബിറ്റ് കാർഡും പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡും തരും. ഇത് കൂടാതെ നമുക്കുള്ള മറ്റ് ചില അക്കൗണ്ടുകളാണ് FHSA, RRSP, TFSA. ഇതിൽ FHSA കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതായത് ആദ്യമായിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ എല്ലാ ബാങ്കുകാരും നമുക്ക് ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യണമെന്നില്ല. അപ്പൊ അവർ മെയിനായിട്ട് നമ്മുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് സേവിങ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് തരുന്നുണ്ട്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുള്ളൂ. അപ്പൊ അതിനകത്ത് ഈ FSH എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FSH അതുപോലെ RRSP അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് നമ്മൾ എടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻഡ് ഓഫ് ദ ഇയർ ആവുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒരു ടാക്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഒരു ടാക്സ് ബ്രാക്കറ്റ് ഉണ്ടാവും. ആ ബ്രാക്കറ്റിന്റെ താഴെയാണ് നമ്മൾ വരുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് ടാക്സ് റീഫണ്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോ ഓക്കെ, അത് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കാനഡയിൽ പല ബെനിഫിറ്റ്സും നമുക്ക് ഉണ്ടല്ലോ. അതായത് നമുക്ക് ക്ലൈമറ്റ് ഇൻസെന്റീവ് ഉണ്ട്, അതുപോലെ ഗ്രോസറി റിബേറ്റ് ഉണ്ട്, അതുപോലെ കാനഡ കാർബൺ റിബേറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ ഒരു നിശ്ചിത ഓരോ വർഷം കാനഡ ഗവൺമെന്റ് തരുന്ന നിശ്ചിത ടാക്സ് ബ്രാക്കറ്റിന്റെ ബേസിക്കിനേക്കാൾ താഴെ കിടന്നാലാണ് നമുക്ക് ഇതൊക്കെ കൂടുതലായിട്ട് കിട്ടുക. അതിന് മുകളിൽ പോയാൽ നമുക്ക് കിട്ടും, പക്ഷെ അതിന്റെ ഒക്കെ ഒരു കിട്ടുന്ന ബെനിഫിറ്റിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് ടാക്സ് ഒരു ബ്രാക്കറ്റിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് കാനഡയ്ക്ക് പൈസ കൊടുക്കണം. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്കൊന്ന് രക്ഷപ്പെടാനും ആ ഒരു സംഭവത്തിൽ നിന്നെല്ലാം നമുക്കൊരു പരിധി വരെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ FSH അക്കൗണ്ടും RRSP ഒക്കെ കാനഡ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. FSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഹോം ബയർ സേവിങ്സ് അക്കൗണ്ട് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഇത് എന്തിനാണ് ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ ആദ്യമായിട്ട് ഒരാൾ ഇപ്പോൾ നമ്മൾ കാനഡയിൽ വന്നു, നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ PR ആയിട്ടോ വന്നു, നമ്മളിവിടെ ജോലികളൊക്കെ ചെയ്തു, ഒരുപാട് പേരുടെ ആഗ്രഹം എന്ന് പറയുന്നത് കാനഡയിൽ ഒരു വീട് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സഹായിക്കുന്ന കാനഡ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2023 ഏപ്രിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് FHSA, അതായത് ഫസ്റ്റ് ടൈം ഹോം ബയർ സേവിങ്സ് അക്കൗണ്ട്. ഇത് വീട് മേടിക്കാൻ മാത്രമല്ല നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 15 വർഷം വരെ നമുക്ക് ഈ അക്കൗണ്ട് നമുക്ക് നിൽക്കാം. അത് കഴിഞ്ഞ് 15 വർഷം കഴിയുമ്പോൾ നമുക്കിപ്പോൾ തോന്നുവാണ് നമ്മൾ വീട് മേടിക്കുന്നില്ല എന്നൊരു എന്തായാലും തിങ്കിങ്ങിലേക്ക് വരുവാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു 2 വർഷം കഴിഞ്ഞു, അപ്പം നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് RRSPയിലേക്ക് മാറ്റാവുന്നതാണത്. ഇനി FSH നമ്മൾ എടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു വീട് മേടിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയാ, നമുക്ക് ആ ഒരു പൈസ എടുക്കുമ്പോൾ ഫുള്ള് എത്രയാണോ നമ്മൾ ഇട്ടേക്കുന്നത് അത്രയും പൈസ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു
ടാക്സ് നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ FSH നമ്മൾ ആക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ടാക്സ് ബ്രാക്കറ്റില്ലേ, അപ്പൊ അത്രയും പൈസ കിഴിച്ചാണ് നമ്മൾ ആ ഒരു ടാക്സിന്റെ ഇത് വരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്കൊരു ഇപ്പോൾ 60,000 അല്ലെങ്കിൽ 65,000 ഹൗസ് ഇൻകം ടോട്ടൽ ഇൻകം ഉള്ള ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന FHS ഒരു 5,000 6,000 അപ് ടു 8,000 സംതിങ് എമൗണ്ട് കിട്ടുമെന്ന് വരുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് നിങ്ങളുടെ ആ ടോട്ടൽ ഹൗസ് ഹോൾഡ് ഇൻകത്ത് നിന്ന് കുറച്ച് വരുമ്പോൾ മോസ്റ്റ്ലി നിങ്ങൾ ചിലപ്പോൾ ആ ടാക്സ് ബേസിക് ബ്രാക്കറ്റിൻ്റെ അതിനും താഴെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് കിട്ടും, ടാക്സ് റിട്ടേൺ കിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ ഇത് കൂടാതെ തന്നെ നമ്മൾ ഇനിയിപ്പം നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 15 വർഷം വരെ ഒരു ടൈം കിട്ടുന്നുണ്ട്. അതായത് വീട് മേടിക്കാൻ മോസ്റ്റ്ലി നമ്മളിപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് നമ്മൾ വീട് മേടിക്കാൻ നമുക്ക് പൈസയൊക്കെ സെറ്റായി, അപ്പോൾ FSHയുടെ പൈസ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്നാലും നമ്മൾ അപ്പോൾ വിഡ്രോ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് ഇല്ല. അതാണ് ഈ ഹോം ബയേഴ്സിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ടാക്സ് റീഫണ്ട് നമുക്ക് കൂടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി 15 വർഷം വരെ നമുക്കത് അവിടെ കിടക്കും. ഈ അക്കൗണ്ട് നമുക്ക് 15 വർഷമാണ് ഈ അക്കൗണ്ടിന്റെ വാല്യൂ. നമ്മൾ എന്നാണോ തുടങ്ങിയത് അത് തൊട്ട് 15 വർഷത്തോളം വരെ നമുക്ക് ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഹോം വാങ്ങുന്ന വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 15 വർഷത്തോളം ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതിനുശേഷം അത് RRSPയിലോട്ട് നിങ്ങൾ വീട് വാങ്ങുന്നില്ലെങ്കിൽ RRSPയിലോട്ട് മാറ്റേണ്ടി വരും. RRSPയിലേക്ക് മാറ്റിയാലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളിപ്പോൾ എടുക്കാൻ പോവുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വന്നു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ആ ഫണ്ട് എടുക്കാൻ പറ്റും. അതിന് ഒരു കുഴപ്പമില്ല. ആ ഫണ്ട് എടുക്കുന്നതിന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് പറഞ്ഞല്ലോ, ടാക്സിൽ നിന്നും നമ്മൾ ഒരു പരിധി വരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ആക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട് മേടിക്കാനായിട്ടുള്ള ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ടാക്സ് നമ്മൾ അടയ്ക്കണം, എന്നിട്ട് വേണം നമുക്ക് അത് എടുക്കാനായിട്ട്. ഇതാണ് അതിൻ്റെ ഒരു റിസ്ക്. അതായത് എപ്പോഴെങ്കിലും നമ്മൾ FHS എന്ന അക്കൗണ്ടിൽ നമ്മൾ കുറച്ച് എമൗണ്ട് കിട്ടും നമുക്ക് വീട് വാങ്ങാനായിട്ട്, എന്നെങ്കിലും നമുക്ക് വീട് വാങ്ങാനായിട്ടുള്ള ആ ഒരു തിങ്കിങ് ആ ഒരു ഡ്രീം നമ്മൾ പിന്മാറി നമ്മൾ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആ എമൗണ്ട് നമ്മൾ ഇട്ട എമൗണ്ട് തിരിച്ച് കിട്ടണമല്ലോ. ആ എമൗണ്ട് നമ്മൾ നേരെ FHSന് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല, പകരം FHS നമ്മൾ RRSPയിലേക്ക് നമ്മൾ മാറ്റിയിടണം. ഇനി ആ RRSPയിൽ നിന്ന് നമുക്കത് എമൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ നേരത്തെ എപ്പോഴാണോ നിങ്ങൾ RRSPയിൽ നിന്ന് നിങ്ങൾ ആ ഇട്ട എമൗണ്ട് തിരിച്ചെടുക്കുന്നത്, അപ്പോൾ നമ്മൾ അതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ ടോട്ടൽ ടാക്സിങ് ബ്രാക്കറ്റ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഇത്രത്തോളമാണ് നിങ്ങൾക്ക് ഈ വർഷത്തെ ബേസിക് ടാക്സ് ബ്രാക്കറ്റ് എന്നുള്ളത്. അതിനേക്കാൾ നിങ്ങൾ എടുക്കുന്ന RRSPയിലെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും RRSPയിലെ എമൗണ്ടും നിശ്ചിത ഒരു ടാക്സ് എമൗണ്ട് നമ്മൾ ഗവൺമെന്റ് CRIക്ക് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇതാണ് ഈ ഒരു അക്കൗണ്ടിന്റെ ഏറ്റവും വലിയ റിസ്ക്. അപ്പോൾ ഇതിനെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വീട് വാങ്ങുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു അക്കൗണ്ട് എന്തായാലും മാൻഡേറ്ററി വേണം. അവർക്ക് ടാക്സിൻ്റെ റീഫണ്ടും റിട്ടേണും ബെനിഫിറ്റ്സും കിട്ടും. അത് മാത്രമല്ല നമ്മൾ ഇട്ട എമൗണ്ട് നമുക്ക് എത്ര വർഷമാണ് നമ്മൾ ഇട്ടത് അത്രയും വർഷം ഇടുന്ന ആ എമൗണ്ട് നമുക്ക് ഗ്രോ ചെയ്യുകയും ചെയ്യും. ആ ഒരു എമൗണ്ടിനെ നമ്മൾ വീട് വാങ്ങുന്നതിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, പിന്നെ നമുക്ക് ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് ഇതിന്റെ ഒരു മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് $8,000 വരെയാണ്. അപ്പൊ $8,000 അതായത് പെർ ഇയർ ഓരോ വർഷവും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് $8,000 ആണ്. പിന്നെ വേറൊരു പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡിസംബർ ഓൾമോസ്റ്റ് കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 31 വരെയാണെന്ന് തോന്നുന്നു. ഡിസംബർ 31-നുള്ളിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് എന്താ പറയാ ഒരു $1 ഇട്ട് നമ്മുടെ ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പൊ ആ ഒരു ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് നമ്മൾ ആ ഒരു റൂം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 8,000 ഈ വർഷം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8,000-ന്റെ ഒരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ട്. ഈ $8,000 നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ $1 കൊടുത്താണെങ്കിലും അവിടെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 8,000 എന്നുള്ള ആ ഒരു റൂം ആ ഒരു സ്പേസ് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് 8,000-നുള്ള ഒരു സ്പേസും കൂടി ഉണ്ട്. അപ്പോൾ 8,000 കൂടി $16,000 നിങ്ങൾക്ക് FHS അക്കൗണ്ടിൽ അടുത്ത വർഷത്തിനുള്ളിൽ ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട്, ഒരു റൂം ഉണ്ട്. പിന്നെ ഈ പൈസ നമ്മൾ ഇടുന്നത് ആ ഒരു കറക്റ്റ് പൈസയായിട്ടല്ല നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് RRSP ഒക്കെ ഇട്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയായിരിക്കുമല്ലോ. കാരണം നമുക്ക് എന്താണെങ്കിലും അത് പല രീതിയിൽ നമുക്ക് ഇട്ടിട്ട് നമുക്ക് കിട്ടുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റോടെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ കാനഡയിൽ വരുന്ന മിക്കവരും തന്നെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൊക്കെ ആയിരിക്കും, അതായത് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യമേ തന്നെ നമുക്ക് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ലാണ്ട് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ട് എന്താണ് കാര്യം എന്നുള്ളത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു $5 അല്ലെങ്കിൽ ഒരു $100. അത് നമ്മളൊരു സേവിങ്ങിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാറില്ലേ, നമ്മൾ ഈ പണ്ട് സഞ്ചരിയൊക്കെ ഇല്ലായിരുന്നു, അതുപോലെ തന്നെ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ നമുക്കത് ഒരു അവസാനം നമുക്ക് ആവശ്യമുള്ളൊരു സമയമാകുമ്പോൾ അത് വളരെയധികം ആശ്വാസമായിരിക്കും.
നമുക്കിപ്പോൾ ഈ FHS അതുപോലെ RRSP അതുപോലെ TFS എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. ഇതിലൊക്കെ നമുക്ക് പലതരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് GIC അതായത് ഗ്യാരണ്ടി ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ്, അതിലൊരു ഫിക്സഡ് നമ്മൾ അതിലൊരു എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഇയർ വൈസ് ആയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവും. അതായത് അതിന് അധികം നമുക്ക് എന്താ പറയുക കുഴപ്പങ്ങളില്ല. അതായത് നമ്മൾ എത്ര പൈസ ഇട്ടു, ഇപ്പൊ 8000 ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ കിട്ടും, അത് ഉറപ്പായിട്ടും. അതാണ് GIC എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കൊരു 4-5% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതും അത്ര ഇൻട്രസ്റ്റ് റേറ്റ് കൂടി ആ ഒരു എമൗണ്ട് വളരെയും അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് GIC. ഇനി അതല്ലാതെ നമുക്ക് സ്റ്റോക്സ്, അതുപോലെ ബോൺസ്, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമുക്കൊരു ലോ റിസ്ക്, ഹൈ റിസ്ക്, ലോ ടു മീഡിയം റിസ്ക്, മീഡിയം ടു ഹൈ റിസ്ക്, പിന്നെ മീഡിയം റിസ്ക്, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനും നമ്മൾ എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് റിസ്ക് എടുത്തിട്ട് നമുക്ക് അതിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ നാളുകൾ കൊണ്ട് കുറച്ചായിട്ട് അതിങ്ങനെ ഗ്രോ ചെയ്ത് നമ്മൾ ഇട്ട എമൗണ്ടിനേക്കാളും കുറച്ചുകൂടി മിനിമം ഒരു 10-15% ഗ്രോ ചെയ്തുകൊണ്ട് നമുക്കൊരു 5 വർഷം അല്ലെങ്കിൽ എത്ര സമയം കിട്ടുന്നത് വെച്ചാൽ ആ എമൗണ്ട് ഗ്രോ ചെയ്ത് അത്ര എമൗണ്ട് കൂടി നമുക്ക് വീട് വാങ്ങാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഈ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് നമ്മൾ ഏത് ഫണ്ടിലേക്കാണ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിപ്പോൾ അതിൽ ഓൾറെഡി പറഞ്ഞല്ലോ, ഹൈ ഉണ്ട്, ലോ ഉണ്ട്, ലോ ടു മീഡിയം ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഓരോന്ന് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയാ, റിസ്ക് ആണെങ്കിൽ അത്രയും തന്നെ റിസ്ക്കും വരും, അതുപോലെ തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത്രയും പെർസെന്റേജ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതായത് എത്രത്തോളം നമ്മൾ റിസ്ക് എടുക്കുന്നോ അത്രത്തോളം വോളറ്റൈലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാം, ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഇപ്പോൾ ചിലപ്പോൾ ഇട്ടതിൻ്റെ ഇരട്ടി കിട്ടാം, അല്ലെങ്കിൽ ഇട്ടതിൻ്റെ ഒരു പാതി കിട്ടാം. അത്ര എക്സ്ട്രാ നമുക്ക് ഇട്ടതിൻ്റെ ഒപ്പം അതിനേക്കാൾ ഒരു 50% എക്സ്ട്രാ അങ്ങനെ നമുക്ക് കിട്ടാം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർമലി നമുക്കൊരു 1 വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ ആണെങ്കിൽ ഒരു 1 തൊട്ട് 5 വർഷത്തിന് വരെ ആണെങ്കിൽ നമ്മൾ ലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം റിസ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ചെറിയ എമൗണ്ട്, അപ്പോൾ നമ്മൾ മന്ത്ലി ഒരു $100 എത്രയാണെങ്കിലും ആ ഒരു എമൗണ്ടിനനുസരിച്ചുള്ള ഗ്രോത്ത് നമുക്ക് കിട്ടും. ഇനി അതേസമയം നമ്മളൊരു ലോങ് ടൈമിലേക്കാണ്, ഒരു 5 തൊട്ട് 10 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മീഡിയം ടു ഹൈ റിസ്കോ നമുക്ക് എടുക്കാം. കാരണം അത് അത്രത്തോളം കാലമുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് റിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല, റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹൈയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ലെക്ക് നല്ല രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇങ്ങോട്ടേക്ക് റിട്ടേൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മൾ തൊടാനേ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം അതൊരു എമർജൻസി ഫണ്ടായിട്ടല്ല, നമ്മളതൊരു കുറേ കാലത്ത് നീക്കിയിരിപ്പം എന്ന രീതിയിൽ നിന്ന് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളതിലേക്ക് $10, $50, $100 ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് കാലം, ഒരു 1 to 5 year 5 to 10 ഇയറിനുള്ളിൽ നല്ലൊരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് വീട് വാങ്ങിക്കാനുള്ള നമ്മൾ വേറെ എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ അതൊക്കെ നടത്തുകയും ചെയ്യാം. അതിനൊന്നും ടാക്സും ഉണ്ടാവില്ല. നിങ്ങൾ വീട് വാങ്ങിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ടാക്സ് എന്നുള്ളതാണ് ഒരു കാര്യം. പെർ ഇയർ നമ്മൾ $8,000 എന്ന രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം FHS അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് $40,000 നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മണി വൈസ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഇത് നമുക്ക് നോർമലി നമ്മൾ $8,000 ആണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം 5 ഇയർ ആണ് ഇതിൻ്റെ ഒരു ടൈം. അതായത് 5 ഇയർ കൊണ്ട് നമുക്ക് 8,000 ഇട്ട് കഴിഞ്ഞാൽ 40,000 ആവും. ഇനി അതല്ല, നിങ്ങൾ 8,000-ത്തിനൊക്കെ കുറവാണ്, ഒരു 4,000, 3,000 അല്ലെങ്കിൽ 1,000 എത്ര ഡോളർ ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം 15 വർഷത്തേക്ക് നമുക്ക് FHS അക്കൗണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ആ 15 വർഷത്തോളം കാലം കൊണ്ട് നമുക്ക് $40,000 കവർ ചെയ്യാം. അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ ഇടുന്നത് വെച്ചാൽ അത്രയും ഡോളർ നമുക്ക് ഇട്ട് വയ്ക്കാം. അതിൻ്റെ എൻ ലിമിറ്റ് എന്ന് പറയുന്നത് 15ാമത്തെ വർഷം December 31 വരെയാണ്. അതിനുശേഷം നമ്മൾ എന്തായാലും ഒന്നെങ്കിൽ നമ്മൾ വീട് വാങ്ങേണ്ട എമൗണ്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടെങ്കിൽ അതിൻ്റെ ഗ്രോ ചെയ്ത എമൗണ്ട് കൂടി ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ FHS ഉള്ള എമൗണ്ട് നേരെ നമുക്ക് RRSP എന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അവിടുന്ന് വേണം നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ വേറെ റിസ്കിന്റെ ഒരു കാര്യത്തിൽ നമ്മളൊരു കാര്യം വിട്ടുപോയി, അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ലിമിറ്റിന്റെ കാര്യം 8,000 ആണ്. ഇനിയിപ്പോൾ കുറച്ച് പേർക്ക് തോന്നുവാണ് എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ പൈസയുണ്ട്, എന്നാൽ 8,000 എന്നുള്ളത് ഞാനൊരു 10,000 ആക്കിയാലോ അല്ലെങ്കിൽ ഒരു 8,500 ആക്കിയാലോ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്, എന്താ പറയുക, പൊന്മുട്ടിടുന്ന താറാവിനെ കൊല്ലുന്ന പോലെയാണ്. നമ്മളിപ്പോൾ ശരി നമുക്കിപ്പോൾ 8,000, ഇനിയിപ്പോൾ 40,000 വരെയല്ല, നമുക്കിപ്പോൾ ഒരു 40,000 ഒറ്റടിക്ക് ഇട്ടേക്കാം. അങ്ങനെ കരുതുന്നവരുണ്ടെങ്കിൽ 8,000 നിന്ന് അണുവിട വ്യതിചലിച്ചിട്ട് $8,000 0.1 ഇട്ടാൽ പോലും അത് നമുക്ക് പണി കിട്ടും. കാരണം ഇതിന് മാക്സിമം ഇട്ട് 8,000 ആയതുകൊണ്ട് തന്നെ നമ്മൾ 8,000-ന് മുകളിൽ എത്രയെങ്കിലും എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് CRA അത് ചെക്ക് ചെയ്തത് നമുക്ക് അതിൻ്റെ ചെറിയൊരു പെനാൽറ്റി പോലെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഒരു എമൗണ്ട് ഇട്ടതിന് നമുക്കൊരു പെനാൽറ്റി ഫീ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 8,000 ആണ്. 8,000 മാത്രമാണ്. 8,000 കൂടാൻ പറ്റില്ല, പക്ഷെ കുറയുന്നതിൽ അവർക്ക് കുഴപ്പമൊന്നും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇട്ടേ പറ്റുമെന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് RRSP-യിലേക്കോ അല്ലെങ്കിൽ TFSA-യിലേക്കോ മാറ്റാവുന്നതാണ്, കുഴപ്പങ്ങളില്ല. പക്ഷേ ഈ TFSA-യുടെ കാര്യം പറഞ്ഞപ്പോൾ TFSA നമുക്ക് എന്താ പറയാ, ഈ ടാക്സിന്റെ റീഫണ്ട് കിട്ടത്തില്ല കേട്ടോ.
അത് FHSAക്ക് RRSPക്ക് മാത്രമുള്ളത്. പക്ഷെ നമ്മൾ അത് എടുക്കുമ്പോഴും വാങ്ങുമ്പോഴും എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ബെനിഫിറ്റ് മാത്രമേ ഇതിനുള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് കൂടാണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ RRSP, TFSA അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ ടാക്സ് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ തവണ നമുക്ക് ടാക്സ് റീഫണ്ട് അധികം കാര്യമായിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങോട്ടേക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു എന്തോ സംതിങ് നമ്മളെടുത്ത ഒരു സെലക്ട് ചെയ്ത ഒരു സംഭവം നല്ല രീതിയിലല്ലായിരുന്നു. അതായത് നമ്മളെടുത്ത ഒരു ഏജൻസി നല്ലതല്ലായിരുന്നു. നമ്മുടെ ടാക്സ് ഫയൽ ചെയ്തത് നല്ലതല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് CRA ചോദിച്ചു. അതായത് നമ്മൾ പൈസ അങ്ങോട്ടേക്ക് നമ്മൾ പേ ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു രീതിയിൽ നമ്മളൊന്ന് അത് അവരുടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളത് പ്രോസസ് അങ്ങനെ ഒന്നും അടയ്ക്കേണ്ടാത്ത രീതിയിൽ നമ്മൾ ആക്കി. കാരണം ഞാൻ ഒരു വന്ന സമയത്തായിരുന്നു. അപ്പൊ അവര് വിചാരിച്ചു ഞാനിവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട് അപ്പൊ ആ സാലറി അങ്ങനെ ഒരു രീതി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുഴപ്പം വന്നായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു പൈസ ഇങ്ങോട്ടേക്ക് റീഫണ്ട് ആയിട്ട് കിട്ടിയില്ല. പക്ഷെ എന്നാൽ കഴിഞ്ഞ തവണ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ജോജും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങോട്ടേക്ക് ചെറിയ രീതിയിലാണ് നമ്മളെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നമുക്ക് റീഫണ്ട് കിട്ടി. അത് നമ്മൾ FHSA അതുപോലെ RRSP അക്കൗണ്ടുകളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. ഇനി ഈ ഒരു FHSA ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹോം ബയറിനാണ്. അതായത് ആദ്യമായിട്ട് വീട് മേടിക്കുന്നവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. ഓൾറെഡി ഒരു വീട് മേടിച്ചു, ഇനി രണ്ടാമത്തെ വീട് മേടിക്കാൻ പോകുന്ന ആൾക്ക് ഈ ഒരു അക്കൗണ്ട് ഇല്ല. അപ്പൊ ചിലർക്ക് ഡൗട്ട് വന്നു. അപ്പൊ ഞാൻ ഓൾറെഡി FHSA അക്കൗണ്ട് എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഓൾറെഡി വീട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് FHSA അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു വീട് പോലും പുതിയൊരു വീടും വാങ്ങിച്ചൂടെ, അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് ആണ് പറയുന്നത്. അതായത് വേറെ ഒരു വീടുള്ളവർക്ക് എന്തായാലും വീണ്ടും ഒരു വീട് വാങ്ങാന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ വീടാണ്, ഫസ്റ്റ് വീടല്ല. അപ്പൊ എന്തായാലും അവർക്ക് അത് ഈ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് വീട്, അതായത് ഈ ഒരു വീഡിയോ കാണുന്ന കുറച്ച് പേരൊക്കെ ആണെങ്കിലും വീട് മേടിക്കാത്തവരായിരിക്കില്ല. അപ്പോൾ ആ പ്ലാൻ എന്തായാലും നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താണെങ്കിലും നിങ്ങൾ ഒന്നും വേക്കണ്ട, എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നു, അത് നമുക്ക് ബെനിഫിറ്റ് ആണ്. കാരണം ഇതിന് ഒരുപാട് ബെനിഫിറ്റുകളാണ്. ഇപ്പം നിങ്ങൾ എന്തായാലും ഒരു വീട് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ എന്തായാലും അയാൾ കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു എമൗണ്ട് സേവ് ചെയ്തുള്ള മിക്കവാറും ചെക്കിങ് അക്കൗണ്ടിലോ സേവിങ്സ് അക്കൗണ്ടിലോ അങ്ങനെ വല്ല ആയിരിക്കും. എന്നാൽ ആ ഒരു എമൗണ്ട് നമ്മൾ FHSAയിൽ ഇത്ര ഒരു 8,000 എന്ന രീതിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ ടാക്സിൻ്റെ ഇൻകം ടാക്സ് വരുന്നതിൽ നമുക്ക് ആ ബ്രാക്കറ്റിൽ കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് നമ്മൾ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ബ്രാക്കറ്റിനും താഴെ വരികയാണ്. അപ്പോൾ നമുക്ക് കാനഡയിൽ ഓൾറെഡി ഉള്ള ടാക്സ് ബെനിഫിറ്റ്സിൻ്റെ എമൗണ്ട് നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ടാക്സ് റിട്ടേൺ നമുക്ക് കിട്ടും, അങ്ങോട്ടൊന്നും അടയ്ക്കുകയും വേണ്ട. ടാക്സ് റീഫണ്ട് നമ്മൾ ഇട്ട എമൗണ്ടിന് ഒരു 20 to 25% നമുക്ക് റീഫണ്ട് കിട്ടും. ഇപ്പോൾ FHS നിങ്ങൾ 2,000 അടയ്ക്കുകയാണെങ്കിൽ ഒരു 1,500 to ഒരു 2,000 എമൗണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇട്ട എമൗണ്ട് അവിടെ കിടന്ന് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിൽ ഇട്ട് നല്ലൊരു ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്ത് കൂടുതൽ എമൗണ്ട് കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. പക്ഷേ അത് വലിയ നമുക്ക് എന്താ പറയുക റിസ്ക് ആണ്, അല്ലെങ്കിൽ നഷ്ടമാണെന്നൊന്നും തോന്നുന്നില്ല. കാരണം നമുക്ക് ടാക്സ് ഓൾറെഡി അടച്ചിട്ടില്ല. പക്ഷെ നമ്മൾ 8,000 ആണ് ഇട്ടതെങ്കിൽ കുറച്ച് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 8,000 എന്നുള്ളത് ഒരു 10,000 ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്, ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഇറ്റ്സ് എ വിൻ സിറ്റുവേഷൻ ആണ്. കാരണം നമ്മളിനി സപ്പോസ് നമ്മൾ അതിനൊരു എമൗണ്ട് എടുക്കുകയാണെങ്കിൽ തിരിച്ചടക്കേണ്ട എമൗണ്ട് നമുക്ക് കിട്ടിയ അത്രയും എമൗണ്ട് അത്ര പോലും വരുന്നില്ല തിരിച്ചടക്കേണ്ടുന്നത്. അപ്പോൾ ആ രീതിയിലൊരു ഗുണകരമാണ്. അതുപോലെ ഇനി ഇപ്പോൾ വീട് വാങ്ങാൻ നിൽക്കുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വീട് വാങ്ങുമ്പോൾ ഡൗൺ പേയ്മെൻറ്റ് സംബന്ധിക്കണം. ആദ്യം കുറച്ച് എമൗണ്ട് ഇനീഷ്യൽ പേയ്മെൻറ്റ് അടയ്ക്കണം. അത് 5% തൊട്ട് 20% ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ FHSA എന്ന അക്കൗണ്ടിൽ നമ്മൾ കുറച്ചായിട്ട് എമൗണ്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാക്സിമം ഒരു 5 വർഷം കൊണ്ട് ഒരു $40,000 സേവ് ചെയ്ത് വെച്ച് എന്ന് കരുതാം. അതിൻ്റെ ഗ്രോത്ത് എക്സ്ട്രാ ആണ്. അതല്ല നമ്മൾ പറയുന്നത് മിനിമം 40,000 ഉണ്ട് നമുക്ക്. ആ ഒരു 40,000 എന്ന എമൗണ്ട് നമുക്ക് ഇനീഷ്യൽ ഡൗൺ പേയ്മെൻറ്റിലേക്ക് നമുക്ക് ഒരു 5% സംതിങ് അതിലേക്ക് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതും നമുക്കൊരു ബെനിഫിറ്റ് ആണ്. കാരണം അത്രയും എമൗണ്ട് നമുക്ക് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് വേണ്ടി നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്താൽ മതി. ഇനി FHSAയുടെ മാക്സിമം പാർട്ടിസിപ്പേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്, എന്നാണോ നമ്മൾ $40,000 FHSA നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതിനുശേഷം പിന്നെ നമുക്ക് അതിലൊരു ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ മാക്സിമം ലിമിറ്റ്. അതുപോലെ തന്നെ എന്നാണോ നമ്മൾ 15th ഇയർ ആവുന്നത്, നമ്മൾ FHSA അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 15th ഇയർ ആകുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൻ്റെ മാക്സിമം യൂസേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്ലോസ് ചെയ്യാം, ഒന്നെങ്കിൽ വീട് എടുക്കണം, അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് RRSP ട്രാൻസ്ഫർ ചെയ്യണം. അതല്ല എങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് 71 വയസ്സാവുന്നത് വരെ മാക്സിമം നമുക്ക് FHSA അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. 71 വയസ്സായി കഴിഞ്ഞപ്പോൾ സപ്പോസ് ഒരാൾ 67 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ 68 വയസ്സുള്ള ഒരാൾ ഓപ്പൺ ചെയ്തു, അയാൾ 68 വയസ്സിൽ ഓപ്പൺ ചെയ്ത്
മാക്സിമം 21 വയസ്സ്. അപ്പോഴേക്കും 68, 69, 70, 71 4 വർഷം അയാൾക്ക് FHSA അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തായാലും 71 വയസ്സിൽ അയാൾ അത് ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ വീട് വാങ്ങണം, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ RRSP മാറ്റണം. കാരണം അത് പിന്നെ നേരെ റിട്ടയർമെൻറ്റ് പ്ലാനിലേക്ക് അത് പോകും. അങ്ങനെ അതാണ് ഇതിൻ്റെ മാക്സിമം പാർട്ടിസിപ്പേഷൻ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് FHS സംഭവിക്കുന്ന ഒരു മാക്സിമം ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കാനഡയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഒന്നും വിചാരിക്കേണ്ട, പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതും ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഡേറ്റ് കഴിയാൻ പോവുകയാണ്. ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഡിസംബർ 31 FHS ഓപ്പൺ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഓപ്പൺ ആക്കാം. അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഒരു റൂമാണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ സമീപിക്കേണ്ടതാണ്. അപ്പോൾ എന്നിട്ട് സമീപിച്ചിട്ട് നമ്മൾ ആ ഒരു ജസ്റ്റ് ഒന്ന് $1 ആണെങ്കിൽ ഇട്ടിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ പോലും ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 8000 ആ ഒരു ഇതില്ലേ സ്ലോട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഡിസംബർ 31 വരെ എത്ര എമൗണ്ടാണ് ഇട്ടത് അതിൻ്റെ ഒരു ടാക്സ് റീഫണ്ടാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ലഭിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ മിനിമം ഒരു എമൗണ്ടിൽ നമ്മൾ FHS തുടങ്ങി. പക്ഷേ നമുക്ക് 8000-ൻ്റെ നമ്മളെ എമൗണ്ട് ഇട്ടതിൻ്റെ റീഫണ്ട് പോലും കിട്ടില്ല. കാരണം ഡിസംബറിൽ നിങ്ങൾ എത്രയാണോ 31 എത്രയാണോ ഇട്ടത് ആ ഒരു എമൗണ്ടിൻ്റെ ടാക്സ് റീഫണ്ടും നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര ഇട്ടാലും അത് ആ റൂം 8000-ൻ്റെ ആ റൂം അടുത്ത വർഷത്തേക്ക് ചേർന്നിട്ട് 16000 നെക്സ്റ്റ് ഇയറും കൂട്ടി 16000 ആവും. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ടാക്സ് കിട്ടുന്നത് എത്രയാണോ നിങ്ങൾ 31st എമൗണ്ട് ഇട്ടത് അതിൻ്റെ ടാക്സ് റിട്ടേൺ ആയിരിക്കും, ടാക്സ് റീഫണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ വേറൊരു ഡൗട്ട് ഉണ്ടാവുമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും, അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഡൗട്ടാണ്, അതായത് വീട് മേടിക്കാൻ പോകുമ്പോൾ ഒരാൾക്ക് മാത്രമാണോ അക്കൗണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊരു ഡൗട്ട് ഉണ്ടാവില്ലേ? ഒരാൾക്ക് മാത്രമല്ല. ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും, പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ മക്കള് ഒരു 18 വയസ്സിൽ കൂടുതലുള്ളവരാണെങ്കിൽ അവർക്കും എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താ പറയാ, മാക്സിമം എത്രയാണോ രൂപ കിട്ടുന്നത് അതിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇതൊരു ഫാമിലിക്ക് ഒന്നെന്ന രീതിയിലല്ല FHS. ഇതൊരു പ്രായപൂർത്തിയുള്ള 18 വയസ്സിന് മേലെ ആയി കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും നമുക്ക് FHS അക്കൗണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ അതൊക്കെ നമുക്ക് എമൗണ്ട് ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് വീട് വാങ്ങാനും പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഹസ്ബൻഡിന് FHS അക്കൗണ്ട് തുടങ്ങി ഒരു 5 വർഷം കഴിയുമ്പോൾ 40,000, വൈഫിന് ഒരു FHS അക്കൗണ്ട് തുടങ്ങി അവർക്ക് ഇട്ടിട്ട് ആ ഒരു എമൗണ്ട് ഒക്കെ നമുക്ക് ടാക്സിൻ്റെ അതൊന്ന് ഇൻകത്തുനിന്ന് കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മാക്സിമം 5 ഇയർ കഴിഞ്ഞാൽ 40, 40, $80,000. അത് വെച്ച് നമുക്കൊരു 5% to 20% എത്രയെങ്കിലും ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഡൗൺ പേയ്മെന്റ് കൊണ്ട് നമുക്ക് വീട് വാങ്ങിക്കാം. അങ്ങനെ പറ്റും. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ കാനഡയിൽ ഒരുപാട് നെഗറ്റീവുകളുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ കാനഡയുടെ ബ്രൈറ്റ് സൈഡ്, പോസിറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് മാക്സിമം യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് തരുന്നുണ്ട്. നമ്മൾ പുതുതായിട്ട് വരുന്നതിന് ഒരുപാട് പേർക്ക് ഇത് അറിയില്ല, ന്യൂ കമേഴ്സിന് അറിയില്ല. എനിക്കും വന്ന സമയത്ത് അറിയണമില്ല. പിന്നെ പയ്യെ നമ്മൾ കോൺടാക്ട്സ് ഒന്ന് സ്ട്രോങ് ആക്കി, അതുപോലെ കുറേ റിസർച്ച് നടത്തി. ഇപ്പം നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചും റിസർച്ചൊക്കെ നടത്തിയാണ് നമ്മൾ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് മനസ്സിലായത്. ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി സ്റ്റിൽ എൻ്റെ കൂടെ എൻ്റെ സെയിം സമയത്ത് വന്നവരും എനിക്ക് ശേഷം വന്നവരുള്ള ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചെക്കിംഗ് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും അല്ലാതെ കേട്ടിട്ടുണ്ട് FHS എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, TFSA, അതുപോലെ RRSP, ഇങ്ങനെയൊക്കെ ഒരു അക്കൗണ്ട് ഉള്ളതല്ലാതെ ഇതിനെ പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം നമ്മുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെ നമുക്ക് കുറയ്ക്കാം, എത്രത്തോളം എമൗണ്ട് നമുക്ക് ഗ്രോ ചെയ്യാം, കാനഡയിൽ എങ്ങനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മുടെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യാം എന്നുള്ളത് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു RRSP ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ വീട് മേടിക്കാത്തവരാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ വന്നിട്ട് അധികം ആയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങൾ FSH അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം പറഞ്ഞ പോലെ തന്നെ നമുക്ക് 8000 ലിമിറ്റ് ഉണ്ട്. 8000 നമ്മൾ ഒരാൾ അടയ്ക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ടാക്സ് ബ്രാക്കറ്റിന്റെ കീഴിലാവും നമ്മൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട് മേടിക്കുമ്പോൾ എന്ത് ചെയ്യാം, അത്രയും പൈസ നമുക്ക് എടുക്കാം. അത് നമ്മൾ പിന്നെ തിരിച്ച് RRSPന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 35 വർഷം വരെ ഉണ്ടെങ്കിലും നമ്മൾ എത്രയാണോ എടുത്തത് ആ ഒരു പൈസ നമ്മൾ പിന്നെ ഒന്ന് ആക്കണമല്ലോ, ബാലൻസ് ചെയ്യണമല്ലോ. പക്ഷേ FSHൽ അതില്ല, എത്രയാണോ എടുത്തത് നമുക്കത് കംപ്ലീറ്റ്ലി നമുക്ക് എടുക്കാം. അതാണ് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഇത്രയാണ് FHS സംബന്ധിക്കുന്ന ഡീറ്റെയിൽഡ് എക്സ്റ്റെൻഡ് വീഡിയോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് വീട് വാങ്ങിക്കാൻ പോകുന്നവർക്കുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൂ. ഇനി വീട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു പക്ഷേ വീട് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർക്കുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാം ഒന്ന് കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഞങ്ങൾ എന്തെങ്കിലും അത് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കുക. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ എന്താണെങ്കിലും 100% ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. Be happy, stay positive. Bye. Have a great one.